മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ തെറ്റിദ്ധാരണകൾ തിരുത്താൻ വളരെ പ്രയാസമാണ്. മനുഷ്യജീവിതത്തിലെ ചില സത്യങ്ങൾ പലപ്പോഴും വിചിത്രമാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ എപ്പോഴും ഒന്നിച്ചുണ്ടാകാറില്ല. ഒന്നിച്ചു കഴിയുന്നവരുടെ ഇടയിൽ പലപ്പോഴും ആത്മാർത്ഥമായ സ്നേഹവും ഉണ്ടാകാറില്ല. ഒരു മനുഷ്യൻ വീഴുന്നത് വലിയ കുന്നുകൾ തട്ടിയല്ല, ചെറിയ കല്ലുകൾ തട്ടിയാണ്. അതിനാൽ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുക. ജീവിതത്തിൽ നല്ല ശീലങ്ങൾ പിന്തുടരാൻ ആദ്യം കുറച്ച് പ്രയാസം തോന്നുമെങ്കിലും പതിയെ നിങ്ങളുടെ മനസ്സ് അതിനോട് പൊരുത്തപ്പെടും. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിൻ്റെ രഹസ്യം. സ്നേഹിക്കുക. സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല, ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ. ഭക്തരെ, വിശ്വാസത്തിൻ്റെ അടുപ്പവും ബഹുമാനത്തിൻ്റെ അകലവുമാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നത്. കൈവിട്ട് കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. അതിനാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ കൈവിടാതിരിക്കുക. അമിത സ്നേഹവും അമിത വിശ്വാസവും നിങ്ങൾ എവിടെ കാണിക്കുന്നുവോ അവിടെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. അമിതമായതെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഒരു പിണക്കമുണ്ടായാൽ അത് തീർക്കാൻ ഒരാൾ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അതാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം. ഭക്തരെ, മനുഷ്യബന്ധങ്ങൾ പക്ഷികളെ പോലെയാണ്. നിങ്ങൾ മുറുകെ പിടിച്ചാൽ അത് ചത്തുപോകും, അയവിൽ പിടിച്ചാൽ അത് പറന്നു പോകും. എന്നാൽ സ്നേഹത്തോടെ പരിചരിച്ചു പിടിച്ചാൽ അത് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഭക്തരെ, ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഹൃദയമാണ്. അത് ശുദ്ധമല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് പ്രയോജനമില്ല. നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്താണ് മനുഷ്യന് ഊർജം പകരേണ്ടത്. പ്രായവും കാലവുമൊന്നും അതിന് തടസ്സമാകുന്നില്ല. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറയുന്നവരേക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. അതിനാൽ വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത്, തളരുമ്പോൾ പിൻവാങ്ങുകയുമരുത്. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.